നന്ദു തിരിച്ചെത്തുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വാതിലാണ് കാണുന്നത്. പാർവിനെ വിളിച്ചു നോക്കിയെങ്കിലും വിളി കേൾക്കാതെ വന്നതും വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ ഫുഡെല്ലാം ടേബിളിൽ വെച്ച് മുകളിലെ റൂമിലെത്തിയതും പെണ്ണ് കുളിക്കുവാണെന്ന് മനസ്സിലായവന് അടഞ്ഞു കിടക്കുന്ന ബാത്റൂമിൻ്റെ വാതിലേക്ക് ഒന്ന് നോക്കി ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റി മാറിയിടാനുള്ള ടീഷർട്ട് എടുക്കാൻ ഒരുങ്ങുമ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതിൻ്റെ ഞെട്ടിൽ പാർവിനുണ്ട്. പെണ്ണിൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. അടുത്ത നിമിഷം താൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ഓർമ്മ വന്നതും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയവൾ. നന്ദുവിൻ്റെ മിഴികൾ അവളിലൂടെ പാഞ്ഞു. ധാവണിയുടെ സ്കേർട്ടും ബ്ലൗസും മാത്രമാണ് വേഷം. നീളമുള്ള മുടിയിഴകൾ ഒന്നാക്കി ടവൽ പൊതിഞ്ഞ് കെട്ടിവെച്ചിട്ടുണ്ട്. യാതൊരുവിധ അലങ്കാരങ്ങളും ഇല്ലാതെ അവൾ ഒരുപാട് സുന്ദരിയാണെന്ന് തോന്നിയവന് അവനെ ഒന്ന് നോക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു പാറു. ആദ്യമായി ഒരു പുരുഷന് മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതിൻ്റെ പരിഭ്രമം അവളിൽ ആവോളമുണ്ട്. അടുത്തേക്ക് വരുന്ന കാലടികൾ അറിയാതെ മിഴികൾ ഇറക്കിയടച്ചു. സ്കേർട്ടിൽ മുറുക്കെ പിടിച്ചു നിന്നവൾ ഒരടി മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കാനാവാതെ ശരീരം ഒന്നാകെ നിശ്ചലമായ അവസ്ഥ. അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇടുപ്പിലൂടെ ചുറ്റി വരഞ്ഞവൻ അവളെ നെഞ്ചോട് ചേർത്തു. വിറച്ചുകൊണ്ടവൾ നഗ്നമായ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി ആഞ്ഞെന്ന് ശ്വാസം എടുത്തു നന്ദു. തൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം പോലും ഇവൾ തെറ്റിക്കുന്നത് അവൻ അറിഞ്ഞു. തൻ്റെയാണ്, തൻ്റെ മാത്രമാണെന്ന ചിന്തയിൽ മുഖം കുനിച്ച് ആ നെറുകിൽ ചുണ്ടു ചേർത്തവൻ. ഇരുവരുടെയും മിഴികൾ ഒരുപോലെ നിറഞ്ഞു. വാക്കുകൾ ഏതുമില്ലാതെ മനസ്സുകൾ തമ്മിൽ സമ്പാദിച്ചു. ഏറെ നേരം അങ്ങനെ ചേർന്ന് നിന്നവർ പറയാതെ പറയുന്ന പ്രണയം അതിൻ്റെ നിർവൃതിയിലായിരുന്നു ഓരോ നിമിഷവും. ഹരിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചിരിപ്പാണ് ഗൗരി. വാശിയാണ് അവൾക്ക്. അവൻ എപ്പോഴും അരികിൽ വേണമെന്ന വാശി. ഹരിക്കും ഒരേ സമയം സങ്കടവും സന്തോഷവും തോന്നി. കുഞ്ഞാ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? എനിക്കിങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ എൻ്റെ ജോലി, നിൻ്റെ പഠിത്തം, ഇതൊക്കെ. ഞാൻ കല്യാണം കഴിച്ചത് ഒരു കൃഷിക്കാരനെയായിരുന്നു, അല്ലാതെ IPS ഓഫീസറെയല്ല. മുഖം ഒന്നുയർത്തി ദേഷ്യത്തോടെ പറഞ്ഞതും ഹരിയുടെ കണ്ണെന്ന് മിഴിഞ്ഞു. ആദ്യം വേണിയും ചിരിയടക്കി പിടിച്ച് നിന്നതേയുള്ളൂ. ബാക്കി എല്ലാവരും തിരിച്ചു പോയിരുന്നു. തനു ഇനി തറവാട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. പെട്ടിയും വട്ടിയും ഒക്കെ എടുക്കാൻ പോയതാണ് കക്ഷി. കുഞ്ഞാ, മിണ്ടരുത്, എൻ്റെ കൂടെ എപ്പോഴും വേണം. അവസാനമായപ്പോഴേക്കും പെണ്ണിൻ്റെ ശബ്ദമൊന്ന് നേർത്തു പോയി. അതറിയ ഹരിയുടെ മുള്ളമൊന്ന് നൊന്തു. ആദ്യം അവനെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചതേയുള്ളൂ. എല്ലാം ശരിയാകും എന്ന പോലെ. ഗൗരി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ അന്ന് തന്നെ കുരിശിൽ നിന്നും എല്ലാവരും അവളെ കാണാൻ വന്നിരുന്നു. അന്ന് അങ്ങനെ സംഭവിച്ചു പോയതിന് അമ്മച്ചിയും മേരിയമ്മയും അവളോട് ക്ഷമ പറഞ്ഞു. പൊടിമോൾ രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചതേയുള്ളൂ. അവർ അങ്ങനെ പറഞ്ഞു പോയതിൽ തെറ്റു പറയാനാവില്ലല്ലോ. കൂടെ വന്ന ക്രിസ്റ്റിയോടും മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞു പെണ്ണ്. തൻ്റെ കുഞ്ഞിനെ കാത്തതിന് അവനും ഒരുപാട് സന്തോഷം തോന്നി. ചുറ്റുമുള്ളവരെ എല്ലാം സ്നേഹിക്കുമ്പോൾ അവരിൽ സ്നേഹിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. തൻ്റെ ഇച്ഛായനോട് ഉള്ളിൽ തോന്നി കുഞ്ഞു ദേഷ്യം പോലും സാമിൽ നിന്നും അകന്നു പോയിരുന്നു. ഒപ്പം അവൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ ഉള്ളിലുണ്ടായിരുന്ന പരിഭവം. ഇപ്പോൾ സാമിൻ്റെ പ്രിയപ്പെട്ട ഇച്ഛായനാണ് ക്രിസ്റ്റി. രണ്ടുപേരും പരസ്പരം മത്സരിച്ച് സ്നേഹിക്കുവാണ്. മേരിയമ്മയ്ക്കാണ് അതിൽ കൂടുതൽ സന്തോഷം. എവിടെയോ മേരിയമ്മയുടെ കുഞ്ഞൊരു സ്നേഹം ക്രിസ്റ്റിയിലും ഉറവിയെടുത്ത് തുടങ്ങിയിരുന്നു. അല്ലെങ്കിലും അത്ര എളുപ്പം ആ അമ്മയുടെ സ്നേഹം കാണാതെ പോവാൻ അവനും ആവില്ലായിരുന്നു. പ്രകടിപ്പിക്കാനായില്ലെങ്കിലും അവർക്കൊരു സ്ഥാനമുണ്ട് ഇന്നവൻ്റെ ഉള്ളിൽ. അതിൽ പരം മേരിയമ്മയും ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. എല്ലാം കൊണ്ടും കുരിശിങ്ങൾ തറവാട് ഇപ്പോൾ സന്തോഷത്തിലാണ്. എടുത്തു പറയത്തക്ക പുരോഗതിയുള്ളത് ആലിയുടെ കാര്യത്തിലാണ്. പെണ്ണിൻ്റെ ക്രിസ്റ്റിയുടെ പുറകെയുള്ള നടത്തത്തിൽ നേരിയ പുരോഗതിയുണ്ട്. ഇപ്പോൾ ചെറുതായി ഒരാട്ടം ക്രിസ്റ്റിക്കും വന്നിട്ടുണ്ട് എന്നതാണ് സാമിൻ്റെ കണ്ടുപിടുത്തം. വരട്ടെ, എവിടെ വരെ പോകുമെന്ന് നോക്കാം. പിന്നെ ഹരി 1 ഇയർ ലീവ് എടുത്തു. ഗൗരിയുടെ ഡെലിവറി കഴിയുന്നത് വരെ അവൾക്കൊപ്പം നിൽക്കാമെന്നതാണ് അവൻ്റെ തീരുമാനം. ഒരു പക്ഷേ അവൾ ആദ്യമായി അവനോട് വാശി കാണിക്കുന്ന കാര്യം ഇതാകും. അതും അത്രയും പേടിച്ചു പോയത് കൊണ്ട് മാത്രം. അവളോളം വലുത് ഒന്നുമല്ല അവന് ജോലിയും. തൻ്റെ പ്രാണനും കുഞ്ഞു ജീവനും സന്തോഷത്തോടെ സുരക്ഷിതമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഹരിക്ക്. കുഞ്ഞാ, എന്താ എൻ്റെ മോള് ഒന്നും മിണ്ടാതെ? രാത്രിയാണ്. പതിവ് പോലെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് ബാൽക്കണിയിലായി ഇരിപ്പാണ് രണ്ടുപേരും. എത്രയൊക്കെ ഉറക്കം വന്നാലും ഈ പതിവിന് മാത്രം ഇന്നും മാറ്റമില്ല. അവിടെ ഇരുന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് മാത്രമേ പെണ്ണുറങ്ങൂ. അവൾ ഉറങ്ങിക്കഴിഞ്ഞ് അവനെ എടുത്തു കൊണ്ടുപോയി ബെഡിൽ കിടത്തും. ഇന്നും അങ്ങനെ ഇരുന്നതാണ്. പതിവിന് വിപരീതമായി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവളെ ഹരിയും ശ്രദ്ധിച്ചിരുന്നു. വാവേ, വയ്യേ? ഒന്നുമില്ല എൻ്റെ പോലീസേ. ഞാൻ ഈ പോലീസിനെ കുറച്ചധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. ഗൗരി, കുറച്ച് ഗൗരവമുണ്ടായിരുന്നു ആ വിളിയിൽ. അതറിയെ പതിയെ പുഞ്ചിരിച്ചതേയുള്ളൂ പെണ്ണ്. എല്ലാം എനിക്ക് വേണ്ടി മാത്രമായതുപോലെ തോന്നുക. പതിയെ പറഞ്ഞു നിർത്തുമ്പോൾ അവളിലെ പിടി ഒന്നുകൂടി മുറുക്കി പിടിച്ചവൻ. ഇനി 100 ജന്മം കൂടി ഹരിയുണ്ടെങ്കിലും നിനക്ക് വേണ്ടി മാത്രമാകും കുഞ്ഞ.
നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനും എൻ്റെ ജീവിതവും. നീ ഇല്ലാതെ ഞാനില്ല. ഈ കുഞ്ഞു പെണ്ണിൽ തുടങ്ങി അവൾ തന്നെ അവസാനിക്കും ഹരി. ആർദ്രമായി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ഒന്നുയർന്നുകൊണ്ട് അവൻ്റെ നിറകിൽ ചുണ്ടു ചേർത്തവൾ. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞു. ഇത്രമേൽ പ്രണയിക്കപ്പെടാൻ എന്ത് പുണ്യം ചെയ്തു എന്നറിയില്ല ഓർത്തുകൊണ്ട് വീണ്ടും ആ നെഞ്ചിലെ ചൂടിലേക്ക് പതുങ്ങി നിന്നവൾ. കിടക്കുന്നില്ലേ? ലാപ്പിലായി എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവനരികിലേക്ക് വന്നുകൊണ്ട് പതിയെ ചോദിച്ചവൾ. കുഞ്ഞൊരു അത്ഭുതത്തോടെ മുഖം ഉയർത്തി നോക്കി നന്ദൻ. ആദ്യമായാണ് ഇങ്ങനെയൊരു ചോദ്യം. അല്ലെങ്കിൽ എപ്പോഴും അവൾക്ക് താൻ സാറും അവൾ സ്റ്റുഡൻസുമാണ്. ആദ്യമായി ഒരു കാര്യം അവനോട് ചോദിക്കുന്നതിൻ്റെ പരിഭ്രമം അവളിലുണ്ട്. താൻ അധികാരം കാണിക്കുവാണോ എന്ന് അവന് തോന്നിയാലോ എന്നൊരു ചിന്ത. പക്ഷേ ചുണ്ടിലൂറി ചിരിയോടെ നിൽക്കുന്നവനെ കാണി പെണ്ണിൻ്റെ മുഖം ഒന്ന് തിളങ്ങി. അടുത്ത നിമിഷം തന്നെ അവളെ വലിച്ച് മടിയിലേക്ക് ഇരുത്തിയവൻ. ഞെട്ടലോടെ പിടച്ചിലോടെ അവൻ്റെ ഷട്ടിലായി മുറുക്കെ പിടിച്ചു പാറു. ഇമച്ചിമ്മാതെ തന്നെ നോക്കുന്നവൻ. ഉടലാകെ ഒരു വിറയൽ പോലെ. ഹൃദയം പോലും അവന് വേണ്ടി എന്നതുപോലെ തുടികുട്ടി. പാറു, എന്നെ നോക്ക്. യു ആർ മൈ വൈഫ്, എൻ്റെ ഭാര്യ. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഈ ഭൂമിയിൽ അനന്തൂന് ആകെയുള്ളവൾ. എന്നോടൊരു കാര്യം ചോദിക്കാനോ പറയാനോ നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ വിറയ്ക്കുന്നേ? ചിരിയോടെ വിയർപ്പ് പൊടിഞ്ഞ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പതിയെ ചോദിച്ചവൻ. അവളുടെ ചൊടികൾ വിടർന്നു വരുന്നത് കണ്ടതും അവനും പതിയെ പുഞ്ചിരിച്ചു. ഹരിയുടെ അതേ പ്രായമാണ് എനിക്കും. അവനിപ്പോൾ ഒരച്ഛനാകാൻ പോകുന്നു. എന്നിട്ടും ഞാനിപ്പോഴും നിനക്ക് സാർ. നന്ദു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു തുടങ്ങിയതും ഒന്നും മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കിയവൾ. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതം ഒട്ടും മുന്നോട്ട് പോയിട്ടില്ലെന്ന്. എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് നമുക്ക് ജീവിച്ചു തുടങ്ങണ്ടേ? പതിയെ അത്രമേൽ പതിയെ ഉള്ളൊരു ചോദ്യം. ഇമച്ചിമാതെ അവൾ അവനെ ഉറ്റുനോക്കി പാറു. പറ, ജീവിക്കണ്ടേ അതോ എന്നെ നിനക്ക്? അവൻ്റെ ചോദ്യം എന്താകുമെന്നറിഞ്ഞതുപോലെ കൈകൾ ഉയർത്തി അരുതെന്ന് വിലക്കിയവൾ. അവനിലൊരു ചിരി വിരിഞ്ഞു. അത് ചിരിയോടെ തന്നെ പെണ്ണിനെയും വാരിയിട്ട് ബെഡിലേക്ക് കിടന്നു. ഉറങ്ങിക്കോ, നാളെ ക്ലാസ്സിലെ നെറുകിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും അത്രമേൽ പ്രണയത്തോടെ അവൻ്റെ നെഞ്ചോരം ചാഞ്ഞവൾ. ഇത് മുഴുവൻ കഴിക്കണം കുഞ്ഞ, നോ എക്സ്ക്യൂസ്. രാവിലെ ഗൗരിയെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഹരി. വേണിയും പാറും ആദിയും നന്ദനും കഴിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ചപ്പാത്തി പോലും മുഴുവൻ കഴിച്ചിട്ടില്ല പെണ്ണ്. 2 എണ്ണമെങ്കിലും കഴിക്കാതെ വിടില്ല എന്ന തീർപ്പിൽ ഹരിയും. ബാക്കി 4 ഒരു ചിരിയോടെ അവിടേക്ക് വന്നതും പെണ്ണിൻ്റെ മുഖം കുത്തി വീർത്തിട്ടുണ്ട്. ആദിയെയും നന്ദനെയും നോക്കി കണ്ണ് കാണിച്ചിട്ടും രണ്ടും ഈ നാട്ടുകാരി അല്ലെന്ന മട്ടിൽ കൈയൊഴിഞ്ഞു പോയതാണ്. വേണിയും പാറും കൂടി കളിയാക്കി ചിരിക്കുന്നത് കണ്ടതും ഒന്നുകൂടി മുഖം വീർപ്പിച്ച് പിടിച്ചവൾ. എനിക്ക് വേണ്ട ഹരിയേട്ടാ, സത്യമായും വിശപ്പില്ല. അതൊന്നും പൊടിമോളെ. ഹരി എന്തോ പറയാനായി തുടങ്ങിയതും സാം വിളിച്ചതും ഒരുമിച്ചായിരുന്നു. കയ്യിൽ വലിയൊരു കവറുമായി നിൽക്കുന്നവനെ കാണി എല്ലാവരിലും സംശയം നിറഞ്ഞു. കയറി വാ സാം. ഹരി വിളിച്ചതും കവറും താങ്ങി അവൾക്ക് മുന്നിലെ ടേബിളിൽ കൊണ്ടുവച്ചു. ഗൗരി ഒന്നവനെ വീഴ്ച നോക്കി. ഇതെന്താ സാം? ആദിയാണ്. ഇത് അമ്മച്ചിയുടെയും അമ്മയുടെയും വക സ്പെഷ്യലാണ്, ഇവൾക്ക് വേണ്ടിയാ. അവനൊരു ചിരിയോടെ പറഞ്ഞതും ഗൗരി വേഗം ആ കവർ തുറന്നു. ആദ്യത്തെ പാത്രം തുറന്നും പെണ്ണിൻ്റെ നാവിൽ വെള്ളം മുറി. നെയ്യുടെയും ഏലക്കായുടെയും കൊതിപ്പിക്കുന്ന ഗന്ധം നാസികയിലേക്ക് തുളച്ചു കയറിയതും പാത്രത്തിലുള്ള സേമിയ കേസരി അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയവൾ. കൊണ്ടുവന്ന സാമ്പരെ പെണ്ണിനെ വീഴ്ച നോക്കി. അത്ര നേരം കഴിക്കു കുഞ്ഞ എന്ന് പറഞ്ഞിരുന്ന ഹരിയും കൗതുകത്തോടെ അവളെ നോക്കുന്നുണ്ട്. ഇരുന്ന് കഴിക്കേണ്ട പെണ്ണെ. പാറു വന്നവളെ ചേറിൽ പിടിച്ചിരുത്തിയതും അവൾ നോക്കിയൊന്ന് എളിച്ച് കാണിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ ജോലി തുടർന്നു ഗൗരി. നിനക്കല്ലേ പൊടിമോളെ വിശപ്പില്ലെന്ന് പറഞ്ഞിരുന്നേ? ആദിയാണ്. അത് പിന്നെ എനിക്കത് തിന്നാൻ വിശപ്പില്ലെന്നാ പറഞ്ഞേ. വീണ്ടും ഒരു ഇളിയോടെ പെണ്ണ് പറഞ്ഞതും അവളുടെ തലയിൽ പതിയൊന്ന് കൊട്ടിക്കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങിയവൻ. പുറകെ ബാക്കിയുള്ളവരും. സാം, അമ്മച്ചിയോടും അമ്മയോടും താങ്ക്സ് പറഞ്ഞേക്കണേ. ഓക്കെ പൊടീസ്. എല്ലാവരും പോയതും ഗൗരവത്തോടെ തന്നെ നോക്കിയിരിക്കുന്നവനായി ഒന്ന് ഇളിച്ച് കാണിച്ച പെണ്ണ്. നിനക്ക് ഇതാണ് വേണ്ടതെങ്കിൽ അതുണ്ടാക്കി തരാൻ പറഞ്ഞുകൂടെ ഗൗരി? ഇപ്പൊ സാം ഇതും കൊണ്ട് വന്നില്ലായിരുന്നുവെങ്കിൽ വിശപ്പില്ലെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോവില്ലായിരുന്നോ നീ? എൻ്റെ പൊന്ന് ഹരിയേട്ടാ, എനിക്കിതിൽ സ്മെല്ലടിച്ചപ്പോഴാ ഇത് കഴിക്കാൻ തോന്നിയേ. അല്ലാതെ ആദ്യമേ കൊതി തോന്നിയാൽ ഞാൻ ഈ പോലീസിനോട് പറയൂലേ? കുറുമ്പോടെ പറഞ്ഞിട്ട് ഒരു സ്പൂൺ അവന് നേരെ നീട്ടിയതും കുഞ്ഞൊരു ചിരിയോടെ അത് കഴിച്ചവനും. എന്നെ വേഗം കഴിച്ച് എഴുന്നേറ്റ് വാ, ഞാൻ മെഡിസിൻ എടുത്ത് വെക്കാം. പെണ്ണിൻ്റെ നിറകയിൽ ഒന്ന് ചുംബിച്ച് പറഞ്ഞവൻ. കഴിക്കുന്നതിനിടയിലും തല കുളിക്കതയുള്ളൂ ഗൗരി. ഒരാഴ്ചയോളമായി കിടന്ന കിടപ്പിൽ തന്നെയാണ് വൈക. അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും മാഷും ദേവിയമ്മയും ഭദ്രനും അടക്കം ആരും ഒരു വാക്ക് പോലും അവളോട് സംസാരിച്ചില്ല. അത്രമേൽ വീർത്തു പോയിരുന്നു മൂവരും അവളെ. ഒരു പാവം പെണ്ണിനെ കൊല്ലാൻ നോക്കിയവൾ അതിലും ക്രൂരത ഇനിയും കാണിക്കുമെന്ന് ഉറപ്പാണ്. പരസഹായമില്ലാതെ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവൾക്കാവില്ല.
അത്രയും അടിയും ചതവുമുണ്ട് ശരീരത്തിൽ. കിടന്ന കിടപ്പിൽ കിടക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധവും വേദനയും തോന്നിയവൾക്ക് കോളേജിൽ നിന്നും ഡിസ്മിസൽ ലെറ്റർ വന്നിട്ടുണ്ട്. ഒരു അധ്യാപികയ്ക്ക് യോജിക്കാത്ത നിലയിൽ വിദ്യാർത്ഥിയെ കൊല്ലാൻ ശ്രമിച്ചുള്ള ശിക്ഷ. ആ അവസ്ഥയിൽ ഒന്നുകൂടി തളർന്നു പോയവൾ അത്രമേൽ ആശിച്ചു പഠിച്ചു നേടിയ ജോലിയാണ്. അതിന് പുറകെയുള്ള കേസ്. ഹരി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. കൊലപാതക ശ്രമമാണ്. അത് കമ്മീഷണറുടെ ഭാര്യ തന്നെ. യാതൊരു ദയയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. വല്ലാത്ത ഭയം തോന്നിയവൾക്ക് ഈ ജന്മം തന്നെ പാഴായതുപോലെ. ഗൗരിയോട് പകയും ദേഷ്യവും അസൂയും തോന്നിയ നിമിഷത്തെ പഴിച്ചു തുടങ്ങിയിരുന്നു വൈക. ചെയ്ത തെറ്റുകളെല്ലാം തലയ്ക്കുമീതെ ഒരു വാൾ പോലെ തൂങ്ങി നിൽക്കുന്നത് പോലെ മിഴികൾ ഇറക്കി അടിച്ച് കണ്ണുനീരിനെ സ്വതന്ത്രമാക്കിയവൾ വീട് തന്നെ ഉറങ്ങിപ്പോയ അവസ്ഥയിലാണ്. മാഷും ദേവിയമ്മയും ഇപ്പോൾ അധികമൊന്നും സംസാരിക്കാറില്ല. ഭദ്രനും കോളേജിൽ പോവാൻ പോലും മടിയാണിപ്പോൾ. കുട്ടികളെയും മറ്റും അധ്യാപകരെയും നോക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല അവനും. അച്ഛാ, ഭദ്രൻ വിളിച്ചത് മാഷ് മുഖം ഉയർത്തി നോക്കി. അച്ഛനൊരുപാട് ക്ഷീണിച്ചതുപോലെ തോന്നിയവന് കണ്ണിന് ചുറ്റും ബാധിച്ചിരിക്കുന്ന കറുപ്പ് അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലായ്മ എടുത്തു കാണിച്ചു. ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോയാലോ എന്നാ? പതിയവൻ പറഞ്ഞതും വെറുതെ എന്ന് മൂളിയതേയുള്ളൂ മാഷ്. ഒരു കണക്കിന് അവനെങ്കിലും ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് തോന്നിയ അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ഭദ്രനും എല്ലാം കൊണ്ടും മടുത്തിരുന്നു. അവനും ആകെ തനിച്ചായതുപോലെ. ആ നിമിഷം പാർവിൻ്റെ സ്നേഹം കൂടി നഷ്ടപ്പെടുത്തി കളഞ്ഞതോർത്ത് സ്വയം നിന്ദ തോന്നിയവന് അവളെങ്കിലും ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് വൃഥ ചിന്തിച്ചു പോയി. ഇനി ഒരിക്കലും നടക്കില്ലെന്ന് അറിയാമായിരുന്നിട്ട് പോലും. ഡോക്ടറുടെ ക്യാബിനുള്ളിൽ ഇരിക്കുമ്പോൾ ഹരി അത്രയും ടെൻഷനിൽ തന്നെയായിരുന്നു. ഒരു ചിരിയോടെ ഗൗരി അരികിലേക്ക് വന്നിരുന്നതും പകുതി സമാധാനം തോന്നിയവന് പുറകെ കൈയെന്ന് വാഷ് ചെയ്ത് ഡോക്ടറും വന്നു തൻ്റെ ചെയറിലായിരുന്നു. ഒരു ഹാപ്പി ന്യൂസ് ആണല്ലോ ഹരി, ഡോക്ടർ ചിരിയോടെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും നോക്കി. ഇരുവരും എന്തെന്നറിയുള്ള ആകാംക്ഷയുടെ ഡോക്ടറിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽപ്പാണ്. ഒരാളല്ല കേട്ടോ, 2 പേരുണ്ട് ഗൗരിയുടെ ഉള്ളിൽ, ട്വിൻസ് ആണ്. നിറഞ്ഞ ചിരിയോടെ ഡോക്ടർ പറയുമ്പോൾ കണ്ണും മിഴിച്ച് ഹരിയെ നോക്കി പെണ്ണ്. ചെക്കൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്, എങ്കിലും ചുണ്ടിൽ പുഞ്ചിരിയാണ്. ഗൗരിയെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് നെറുകിൽ ചുണ്ടു ചേർത്തവൻ ഒരു ചിരിയോടെ അവളും ഒപ്പം കുഞ്ഞു കൈകൾ കൊണ്ട് ഉദരത്തെയും പൊതിഞ്ഞു പിടിച്ചു. ഡോക്ടർ, ഇവളുടെ ഹെൽത്തൊക്കെ ഓക്കെയാണ്, വോമിറ്റിംഗ് ഒക്കെ മാറിയില്ലേ ഇപ്പോൾ? ഇനി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല, ഇഷ്ടമുള്ളത് ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാം. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതുകൂടി കേട്ടതും ഹരിക്ക് സമാധാനമായി. വേഗം പോ ഹരിയേട്ടാ, ഇങ്ങനെ പോയാൽ എപ്പോൾ എത്താനാ? പെണ്ണ് ചിണങ്ങിക്കൊണ്ട് പറയുന്ന കേട്ടതും ഗൗരവത്തോടെ മുഖം തിരിച്ചു നോക്കിയവൻ. ബ്ലൂ കളർ ഷോർട്ട് ഫ്രോക്കാണ് പെണ്ണിൻ്റെ വേഷം. പ്രഗ്നൻ്റ് ആയതു മുതൽ അതുപോലുള്ള വസ്ത്രങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. മുടിയെല്ലാം ഒന്നിച്ച് ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തടിച്ചിട്ടുണ്ട് പെണ്ണ്, ശരിക്കും ഒരു ബാർബി ഡോൾ പോലെ. ഇപ്പം 3 മാസമായി ഗൗരിക്ക്. ഡോക്ടറെ കാണിച്ച് അൾട്രാസൗണ്ട് ചെയ്തു പോകുന്ന വഴിയാണ്. ബാക്കിയുള്ളവരെല്ലാം അണിമംഗളം ടെക്സ്റ്റൈൽസിൽ കാത്തിരിപ്പാണ്. ഇന്ന് തന്നെയാണ് ആദിയുടെയും മഹിയുടെയും വെഡിങ് പർച്ചേസ്. ഡോക്ടറെ കണ്ട് അങ്ങോട്ട് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഗൗരിയം കൊണ്ട് നേരെ ഇറങ്ങിയതാണ് ഹരി. അവിടെ എത്താൻ ധൃതിയാണ് പെണ്ണിന്. ഹരിയുടെ ഒറ്റനോട്ടത്തിൽ ആൾ നല്ല കുട്ടിയെ ഇരിപ്പുണ്ട്. അവന് ചിരി വന്നു. ഇപ്പോൾ കുറച്ച് വാശിയാണ് പെണ്ണിന്. മുഖം വീർപ്പിച്ച് പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നും. വല്ലാത്തൊരിഷ്ടം. അവളെന്നും അവൻ്റെ കുഞ്ഞൻ തന്നെയാണ്. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയത് മുഖം വീർപ്പിച്ച് ആൾ അവൻ്റെ തോളിൽ ചാഞ്ഞ് മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവനൊരു ചിരിയോടെ മുഖം കുനിച്ച് ആ നെറുകിൽ ചുണ്ടു ചേർത്ത് വെച്ചു. ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് കടന്നത് സ്റ്റാഫെല്ലാം ബഹുമാനത്തോടെ ഇരുവരെയും വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹരി ഒരു ചിരിയോടെ ഗൗരിയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. വേഗം വാ പൊടിമോളെ. പെണ്ണിനെ കണ്ടതും തനുവും വേണിയും പാറും ഓടി വന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു ഹരി? ആദ്യയുടെ ചോദ്യം ഹരിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിയിച്ചു. 3 അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. ഗൗരിക്ക് പിന്നെ നാണമാണ്. എന്തിനാണോ എന്തോ. എന്താണ് ചിരിക്കുന്നേ? കൊച്ചിന് എങ്ങനെയുണ്ട്? മഹിയാണ്. കുറച്ച് കലിപ്പുണ്ട് ചോദ്യത്തിൽ. ഒപ്പം ഗൗരിയോടുള്ള കരുതലും. ബാക്കിയുള്ളവരും അവനെ തന്നെ നോക്കി നിൽപ്പാണ്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ, ഓക്കെയാണ്. പിന്നെ നന്ദുവാണ്. ഒരാളല്ലടാ, 2 പേരുണ്ടെന്ന് ചിരിയോടെ പറഞ്ഞിട്ട് ഗൗരിയെ നോക്കുന്നവനെ 3 വീഴ്ച നോക്കി. കാര്യം മനസ്സിലായതും വേണിയും പാറവും തനും തുള്ളിച്ചാടിക്കൊണ്ട് ഗൗരിക്ക് ഓരോ ഉമ്മ വീതം കൊടുത്തു. പെണ്ണിനെ 3 കൂടി വിളിച്ചുകൊണ്ട് പോയതും ചെക്കന്മാർ 3 ഹരിയെ ഒന്നിരുത്തി നോക്കി. കുഞ്ഞാണ്, കൊച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഒരു ചിരിയോടെ അവനെ മുറുക്കെ പുണർന്ന് ഹരി. ഇനി നിമിഷം എത്രമാത്രം സന്തോഷമാണ് തന്നിരുന്ന് പറയുന്നത് പോലെ ആദ്യം ഒരു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. എന്നാ ഞങ്ങളും. ബാക്കി 2 കൂടി പറഞ്ഞിട്ട് ചേർന്നതും അതൊരു കൂട്ട കെട്ടിപ്പിടുത്തവുമായി. സ്റ്റാഫെല്ലാം മിഴിച്ച് നോക്കുന്നുണ്ട്. 4 അതൊന്നും അറിഞ്ഞതുപോലുമില്ല. 2 IPSകാരും 2 ലെക്ചർമാരും.
അങ്ങനെ ഒരു ചിന്തയോ ആറ്റിറ്റ്യൂഡോ നളിനിമില്ല എന്ന് പറയുന്നതാവും ശരി.